Vidya Group's English learning program. Today we discuss a new expression, move on. हिंदी में आगे बढ़ो. നമുക്ക് മുന്നോട്ട് പോകാം. Let us move on to the next destination. That is an example of this sentence. Another example. Let us move on to a new topic. Yes, we shall discuss 10 sentences for the same expression, and our first sentence is: after the breakup, she decided to move on and focus on her career. അവരുടെ ബ്രേക്കപ്പിന് ശേഷം, ബന്ധം പിരിയലിന് ശേഷം, അവള് ഇനിയും അവളുടെ കരിയറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. മൂവ് ഓൺ, മുന്നോട്ട് പോവുക. ആഫ്റ്റർ ബ്രേക്കപ്പ്, ഷീ ഡിസൈഡഡ് ടു മൂവ് ഓൺ ആൻഡ് ഫോക്കസ് ഓൺ ഹെർ കരിയർ. അവളുടെ തൊഴിൽ ജീവിതവും മെച്ചപ്പെടുത്താനായിട്ട്, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് അവൾ തീരുമാനിച്ചു. Now, next sentence. Let us move on to the next question. We have spent too much time on this one. Let us move on to the next question. We have spent too much time on this one. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇപ്പോൾ തന്നെ ഈ ചോദ്യം ഉത്തരം കണ്ടെത്താനായി ഒരുപാട് സമയം, അല്ലെങ്കിൽ ഈ ചോദ്യം വിശദീകരിക്കാനായി കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, third question, third sentence. The company will move on to the next phase of the project once the funding is secured. The company will move on to the next phase of the project once the funding is secured. കമ്പനിയുടെ ഫണ്ടിങ് കുറച്ചുകൂടെ ഭദ്രമായാൽ തീർച്ചയായും കമ്പനി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും, മുന്നോട്ട് പോകും. നെക്സ്റ്റ്, ഫോർത്ത് സെൻറ്റൻസ് ദാറ്റ് വി ആർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ഈസ്: it's time for us to move on from this small apartment and find a bigger place. ഈ ചെറിയ അപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്കിനി മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയമായി. കുറച്ചുകൂടെ വലിയ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. It's time for us to move on from this small apartment and find a place. Next sentence. The police investigation will move on to the next stage following new evidence. പുതിയ തെളിവുകളെ ആശ്രയിച്ച് പോലീസ് അന്വേഷണം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. The police investigation will move on to the next stage following new evidence. Sixth sentence that we are discussing is: after graduating, he plans to move on to a postgraduate school and pursue a master's degree. Okay, the next sentence using the expression move on is: after graduating, he plans to move on to a postgraduate school and pursue a master's degree. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു PG സ്കൂളിൽ ജോയിൻ ചെയ്ത് പിന്നെ അവിടെ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം നേടാൻ അവൻ ആലോചിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സെന്റൻസ്. Let us move on to the dessert course. Let us move on to the dessert course. I am excited to try the cheesecake. നമുക്ക് ഇനി അടുത്തത് ഡിസേർട്ട് ഐറ്റംസിലേക്ക് കിടക്കാം. ഐ ആം എക്സൈറ്റഡ് ടു ട്രൈ ദ ചീസ് കേക്ക്. ഇതിലെ ചീസ് കേക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഞാൻ വളരെ ആകാംക്ഷാഭരിതനായിരിക്കുകയാണ്. Now, our eighth sentence is: the team will move on to the finals if they win this match. ഈ കളി ജയിക്കുവാണെങ്കിൽ നമ്മുടെ ടീം ഇനി ഫൈനലിലേക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്, അല്ലെങ്കിൽ ഫൈനലിലേക്ക് മുന്നോട്ട് കടക്കും. The team will move on to the finals if they win this match. നമ്മൾ ഇതിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ യൂസേജ് മൂവ് ഓൺ എന്നതാണ്. ഓക്കെ, നൗ നയൻത്ത് സെന്റൻസ്. She is ready to move on from her old job and start a new chapter in her life. She is ready to move on from her old job and start a new chapter in her life. പഴയ ജോലിയിൽ നിന്ന് മാറിയിട്ട് ഇനി അവളുടെ ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം തുടങ്ങാൻ അവൾ തയ്യാറെടുത്തിരിക്കുകയാണ്. She is ready to move on from her old job and start a new chapter in her life.
next sentence and the 10th sentence. The travelers decided to move on to the next city, eager to explore new sights. യാത്രികര് അടുത്ത പട്ടണത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർ തീരുമാനിച്ചു. കൂടുതൽ ആകാംക്ഷയോടെ പുതിയ ദൃശ്യങ്ങൾ അവർ തേടിക്കൊണ്ട്, പുതിയ കാഴ്ചകൾ അവർ അന്വേഷിച്ചുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് നീങ്ങാനായി യാത്രികർ തീരുമാനിച്ചു. അടുത്ത പട്ടണത്തിലേക്ക് നീങ്ങുക, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സിറ്റി. ഈ 10 വാചകങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൂവ് ഓൺ എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച്. താങ്ക് യു.